Hello everyone, welcome back to a new video. Today we'll be discussing the short story Fathers and Sons by Ernest Hemingway. So the short story was published in 1933 in the collection Winners Take Nothing. It later appeared in the fifth column and the first 49 stories and the Snow of Kilimanjaro and other stories. And the story is a personal narrative that follows the path of Nick Adams as he drives through his hometown with his son. Most of the story is told through memories of Nick's childhood and his father, and the story chronicles the relationship between the three generations of men, such as Nick, his father, and his son. The important themes include the father-son relationship, his homecoming, and his transition from childhood to adulthood, the phase of growing up, and how his father served as his role model. We also see nature, elements of nature, and the element of death as well, and hero fatalism and ambivalence, and also the usage of animals as symbols. So first we'll talk about the summary and then we'll come back to these themes. ഇപ്പോൾ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ പ്രൊട്ടാഗണിസ്റ്റ് നിക്ക് ആഡംസ് എന്നുള്ളൊരു ക്യാരക്ടറാണ്. നിക്ക് ആക്ച്വലി തൻ്റെ മകനോടൊപ്പം ഡ്രൈവ് ചെയ്യുകയാണ്. ആ ഒരു സമയത്താണ് പല പഴയകാല ഓർമ്മകളിലേക്ക് പോകുന്നത്. ഈ ഓർമ്മകളിലൂടെയാണ് നമ്മൾ ശരിക്കും നിക്കിൻ്റെ അച്ഛനെക്കുറിച്ചും നിക്കിൻ്റെ ആ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചും നമ്മൾ അറിയുന്നത്. അപ്പോൾ നിക്ക് പറയുന്നത് നിക്കിൻ്റെ ഫാദർ ഒരു രീതിയിലൊരു ഗ്രേ ക്യാരക്ടറാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ആളുടെ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഇഷ്ടപ്പെട്ട ഹോബീസ് എന്നൊക്കെ പറയുന്നത് ഷൂട്ടിങ്ങും ഫിഷിങ്ങും അങ്ങനത്തെ രീതിയിലുള്ള ഹണ്ടിങ് ആക്ടിവിറ്റീസാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് നിക്കിനെയും ഇങ്ങനത്തെ ഹണ്ടിങ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ ദാറ്റ് ഹീ ഈസ് ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഹിസ് ഫാദർ ബിക്കോസ് ഈവൻ ഇൻ ദാറ്റ് ടൈം such activities were considered more masculine, and his father was also someone who was extremely interested in such activities such as shooting and hunting and fishing, and he also taught Nick all these things. അപ്പോൾ നിക്ക് അഡ്മയർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസും അതിലുള്ള അച്ഛൻ്റെ കഴിവും അതുപോലെ തന്നെ ആ ഒരു ഒബ്സർവേഷണൽ സ്കിൽസും, ഇതൊക്കെയാണ് കുറച്ച് അഡ്മയറബിൾ ആയിട്ടൊരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം പറയുന്നുണ്ട് നിക്കിൻ്റെ ഫാദർ കുറച്ച് സെൻറ്റിമെൻ്റലാണ്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം സെൻറ്റിമെൻ്റൽ പീപ്പിൾ ആർ ക്രൂവൽ ആൻഡ് അബ്യൂസ്ഡ്. അപ്പോൾ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് വരാൻ കാരണം തന്നെ അച്ഛൻ്റെ ആ ഒരു ബിഹേവിയർ കാരണമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫാദർ ഫിഗറായിട്ട് ഇവിടെ വരുന്ന ക്യാരക്ടർ, നിക്കിൻ്റെ അച്ഛനായിട്ട് വരുന്ന ക്യാരക്ടർ ഒരു ഗ്രേ ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെന്ന്. ബിക്കോസ് ഹീ ഈസ് നോട്ട് ഓൾ ടുഗെദർ that much of a good character, but at the same time he has some qualities that we can admire in him. For example, Nick loved his father, admired his observational skills and everything, but at the same time he hated the way he smelled. In fact, Nick lost his sense of smell when he started smoking, and he says it's a good thing because a good sense of smell is not necessary to man. അങ്ങനത്തെ രീതിയിൽ വളരെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിക്കിനുള്ളത്. മാത്രമല്ല 15 വയസ്സിന് ശേഷം അച്ഛനായിട്ട് ഒരു കാര്യവും ഷെയർ ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. മേ ബി അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഫാദർ ഫിഗർ എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടെങ്കിലും ഇമോഷണലി അവൈലബിൾ ആയിരുന്നില്ല. ഫിസിക്കലി അവൈലബിൾ ആയിരുന്നു, അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇമോഷണൽ സപ്പോർട്ട് ഒരിക്കലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു രീതിയിൽ ഒരു മെൻ്റൽ ഗ്യാപ്പ് വരാൻ കാരണം. നിക്ക് തന്നെ പിന്നീട് പയ്യെ ആ ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഫേസ് ചെയ്യാൻ തുടങ്ങിയത്. മാത്രമല്ല ഏറ്റവും കൂടുതൽ ഒരു എടുത്തു പറയേണ്ട കാര്യം, നിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കുന്ന ഒരു കാര്യം തന്നെ ഈ ഒരു ഹണ്ടിങ് ആണ്. അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം തന്നെ ഓർമ്മകളിൽ വരുന്നത് ആ ഒരു ഹണ്ടിങ് ട്രിപ്സാണ്. കാരണം എല്ലാ ദിവസവും നിക്കിനൊരു 3 ബുള്ളറ്റ് കൈ കൊടുത്തിട്ട് ഹണ്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെയാണ് അത് പഠിപ്പിക്കുന്നത്. ഹണ്ടിനെക്കുറിച്ച് പഠിക്കുന്നതും നിക്ക് തന്നെ എത്രയും നല്ലൊരു ഹണ്ടർ ആയതിൻ്റെ ഒരു പിന്നിലുള്ള രഹസ്യവും ഈ ഒരു അച്ഛൻ്റെ ഈ ഒരു ട്രെയിനിങ് ആണ്. മാത്രമല്ല അവിടെ ആ ഒരു സമയത്തെ നേറ്റീവ്സ് ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷനും പറയുന്നുണ്ട്. അവിടെ ഒരു റെഡ് ഇന്ത്യൻസിൻ്റെ ഒരു നേറ്റീവ് സിവിലൈസേഷൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ട്രൂഡി എന്നുള്ളൊരു പെൺകുട്ടിയെ
പരിചയപ്പെടാറുണ്ട്. ട്രൂഡിയും ട്രൂഡിയുടെ ബ്രദറും നിക്കിൻ്റെ കൂടെ കുട്ടിക്കാലത്ത് ഇവർ മൂന്നുപേരാണ് ഈ ഒരു ഫോറസ്റ്റിൽ പോയി ഹണ്ട് ചെയ്യുന്നത്. അതേസമയം നിക്കിന് ട്രൂഡിയായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആയിരുന്നു. അങ്ങനത്തെ രീതിയിലുള്ളൊരു കാര്യം പറയുന്നുണ്ട്. കാരണം ഫാദർ ഒരിക്കലും നിക്കിനോട് ഇങ്ങനത്തെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നിക്കിനിപ്പോൾ സെക്ഷലി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആ ഒരു സെക്സ് എഡ് എന്ന് പറയുന്നത് കിട്ടുന്നത് ട്രൂഡി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നാണ്. So it was a very physical relationship, and that's one thing that he remembers about this Ojibwe Indians. Mostly Trudy and her brother. ഈ ഒരു ഓർമ്മകളിൽ നിൽക്കുന്ന സമയത്താണ് ഇത് ഞാൻ പറഞ്ഞു, അവർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഓർക്കുന്ന കുറച്ച് ഓർമ്മകളാണ്. ആ സമയം മകൻ എണീക്കുന്നുണ്ട്. എന്നിട്ട് മകൻ അപ്പൂപ്പനെ കുറിച്ച് ചോദിക്കുകയാണ്, അതായത് നിക്കിൻ്റെ ഫാദറിനെ കുറിച്ച്. ഇപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാകുന്നു. കുറേ കാലമായി നിക്ക് അഡൽട്ട്ഹുഡിലായി ഫാമിലിയായി ഒരു മോനുണ്ട്. ആ സമയത്തേക്കും നിക്കിൻ്റെ ഫാദർ മരിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കുട്ടി അപ്പൂപ്പനെ ഏകദേശം കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ എങ്ങനെ ആയിരുന്നു ആള് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലൊരു ട്രോമയുണ്ട്. കാരണം ആ ഫാദർ സൺ റിലേഷൻഷിപ്പ് എന്നുണ്ടായിരുന്നത് ഒരു ലവ് ഹെയ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. ഒരിക്കലും ഒരു കംപ്ലീറ്റ്ലി ഇമോഷണലായിട്ട് ഒരു സപ്പോർട്ട് ഒരിക്കലും അച്ഛൻ്റെ കയ്യിൽ നിന്ന് നിക്കിന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു രീതിയിലൊരു ഒരു ട്രോമ നിക്കിനുള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് പറയുന്നത് അച്ഛനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാനില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് 15 വയസ്സിന് ശേഷം അച്ഛനോട് ഒന്നും ഷെയർ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. അതൊരിക്കലും നിക്ക് തുറന്ന് പറയുന്നില്ല. മേ ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ ട്രോമ. പക്ഷേ ഈ ഒരു കുട്ടി ആ ഒരു ഗ്രേവ് സന്ദർശിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും നിക്ക് പറയുന്നുണ്ട് നമുക്കൊരു ദിവസം പോകാമെന്നുള്ളത്. അപ്പോൾ മേ ബി അതൊരു ഹോപ്പായിട്ട് നമുക്ക് വെക്കാൻ പറ്റും. മേ ബി ഹീസ് കമ്മിങ് ഔട്ട് ഓഫ് ഹിസ് ട്രോമ ബൈ ബീങ് റെഡി ടു വിസിറ്റ് ഹിസ് ഫാദേഴ്സ് ഗ്രേവ്, പ്രോബബ്ലി ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ട്രോമ ഇവിടെ ഒരു തീമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. ആൻഡ് ദാറ്റ്സ് ദി മെയിൻ ക്രക്സ് ഓഫ് ദി സ്റ്റോറി. ഇനി നമുക്ക് തീംസിലേക്ക് തിരിച്ചു വരാം. ഒബ്വിയസ്ലി ഫാദർ സൺ റിലേഷൻഷിപ്പ് ഇവിടെ മെയിൻ തീമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ് നിക്കും ഫാദറും തമ്മിലുള്ളൊരു ഒരു ബോണ്ടെന്ന് പറയുന്നത്. കാരണം കുറേ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ട്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒരു ഇമോഷണൽ ടോക്ക് അവരുടെ ഇടയിൽ ഉണ്ടാവുന്നില്ല. അങ്ങനത്തെ രീതിയിലുള്ളൊരു ബോണ്ടിങ് അവരുടെ ഉള്ളിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിക്കിനൊരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം he doesn't want to be that kind of a father to his son, and maybe that's the reason why he decided to have a closure by visiting his father's grave with his son. അപ്പം അങ്ങനത്തെ രീതിയിൽ ആ ഒരു ട്രാൻസിഷൻ, ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോഴേക്കും കൂടെ വരുന്ന ആ ഒരു ഇൻഫ്ലുവൻസും ട്രോമയിൽ നിന്നൊക്കെ പുറത്ത് വരാനുള്ളൊരു സ്ട്രഗിൾ, അതും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മുടെ ലൈഫിലും പല ആൾക്കാരുടെയും പല ആൾക്കാരെയും കണ്ടുമുട്ടുന്നു. അവരുടെ ഒരു രീതിയിലുള്ള ചിന്താഗതിയും നമ്മളെയും ബാധിക്കാറുണ്ട്, നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പല സമയത്തും അതൊരു ട്രോമയായിട്ട് മാറാറുണ്ട്. അപ്പോൾ അത് അഡൾട്ട്ഹുഡിലേക്ക് വരുമ്പോഴും ആ ഒരു ട്രോമ ഉള്ളിലുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ മൈൻഡ് സെറ്റിനെയും ബാധിക്കാറുമുണ്ട്. പക്ഷെ നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ടത് അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്ന് പുറത്ത് വരാനുള്ളൊരു ശ്രമം നമ്മൾ നടത്തണം. അത് നിക്ക് ആഡംസ് ഇവിടെ അവസാനത്തെ രീതിയിൽ നമുക്ക് അങ്ങനെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു പക്ഷേ ഫാദറിൻ്റെ ഗ്രേവ് വിസിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് കടക്കാൻ ശ്രമിക്കുകയാണ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഹണ്ടിങ് സീൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഒരുപാട് നേച്ചർ എലമെൻറ്റ്സ് ഇവിടെ കാണുന്നത്. ആൻഡ് ഓൾസോ ദ തീം ഓഫ് ഡെത്ത് ഇസ്, ഇത് ഓട്ടോബയോഗ്രാഫിക്കൽ ആയിട്ടുള്ളൊരു എലമെൻറ്റ്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഏണസ്റ്റ് ഹെമിംഗ്വേയെ കുറിച്ച് പറയുമ്പോഴും അദ്ദേഹം തന്നെയാണ് നിക്ക് ആഡംസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഒരു റിസംബിൾ ചെയ്യുന്ന ക്യാരക്ടറാണ് നിക്കിൻ്റെ ഫാദർ എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഫാദറും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാണ്. നിക്കിൻ്റെ ഫാദറും എക്സാക്ട്ലി എങ്ങനെയാണെന്ന് നമുക്ക് പറയുന്നില്ലെങ്കിലും മേ ബി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് ഫാദർ ഇസ് നോ മോർ. സോ മേ ബി
he must have committed some suicide. That's how he passed away. അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് എലമെൻറ്റ്സ്, ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ അബൌട്ട് ദി ആംബിവലൻസ്, എങ്ങനെയാണ് ഇവിടുത്തെ ക്യാരക്ടേഴ്സ് ഗ്രേ ക്യാരക്ടേഴ്സായിട്ട് മാറുന്നതെന്ന്. എഗെയിൻ ഞാൻ പറഞ്ഞു, ഫാദർ ഫിഗർ കംപ്ലീറ്റ്ലി ഒരു ഗുഡ് ക്യാരക്ടറാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ അതേസമയം ഈവിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണുന്നത് നിക്കിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ്. അല്ലാത്ത പക്ഷം എന്താണ്, ഞാൻ പറഞ്ഞു ഇൻഫ്ലുവൻസ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത്. നിക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ ആ ഒരു ഫാദർ ഫിഗറിനെ കാണുന്നത്. അപ്പോൾ അതൊരിക്കലും അതാണ് 100% ആ ഒരു ബിഹേവിയർ എന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുഡ് ക്വാളിറ്റീസും ബാഡ് ക്വാളിറ്റീസും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും തന്നെ ഒരു രീതിയിൽ ഒരു ഗ്രേ ക്യാരക്ടറാണ്. ഒരിക്കലും ഒരു വ്യക്തി എന്താണ് അത്രയ്ക്ക് വലിയൊരു ഉത്തമ പുരുഷനാവുന്നില്ല, അതേസമയം കംപ്ലീറ്റ്ലി വില്ലനൈസ്ഡും ആകുന്നില്ല. വി ആർ ഓൾ സം സോർട്ട് ഓഫ് എ ഗ്രേ ഷെയ്ഡ്, ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് നിക്ക് ആഡംസ് ആൻഡ് ഹിസ് ഫാദർ റെപ്രസെൻറ്റ്. Okay, so that is the brief analysis of fathers and sons. I hope this was somewhat understandable. And if you have anything more to add, you can do so, because this is a kind of story that can be interpreted in a number of ways. ഞാനിപ്പോൾ പറഞ്ഞ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഒരിക്കലും 100% ആയിട്ട് എടുക്കാൻ സാധിക്കത്തില്ല. ഇത് എൻ്റെ ഒരു രീതിയിലുള്ളൊരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്. പക്ഷേ എന്താണ്, ആ ഒരു സ്റ്റോറി വായിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചില എലമെൻറ്റ്സ്, ചില ഫ്രേസസ് മറ്റൊരാൾക്ക് വേറൊരു രീതിയിൽ തോന്നാം. അതൊരിക്കലും ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണെന്ന രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് പല ഇൻ്റർപ്രിട്ടേഷൻ ഉള്ളൊരു ഷോർട്ട് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്ന പല തിയറീസും കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ ഐ ഹാവ് പ്രസൻറ്റഡ് മൈ ഇൻ്റർപ്രിട്ടേഷൻ, ആൻഡ് ഇഫ് യു ഹാവ് എനിത്തിങ് മോർ ടു ആഡ് or any more ideas that you feel like sharing, do so in the comment section, and do like the video, and I'll see you in the next time. Till then, take care. Thank you.